ഇന്നൊരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് മിഡിലൊരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ വരുന്ന ഒരു അടിപൊളി പുഡിങ്. ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ ഒരു 3 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെഡ് ഫുഡ് കളറില്ലേ അതായാലും മതി. ഒരു 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ക്രീമാണ്. ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കോഫി ക്രീമർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാൽപ്പൊടി ആയാലും മതിയേ. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളത്തിൽ 4 ഗ്രാം ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് അതും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മിൽക്ക് പുഡിങ്ങിന്. അപ്പോൾ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് നമ്മുടെ റെഡ് മിക്സിലെ ജെല്ലി മിക്സ് അത് നോക്കേ, അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലുള്ള ഹാർട്ട് ഷേപ്പിൽ കട്ടറിനെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കുറേ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു സിലിണ്ടറിക് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രം, ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് ചെറിയൊരു ഞാൻ ഇതുപോലെയുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത ഹാർട്ട് ഷേപ്സ് എല്ലാം വെച്ച് കൊടുക്കാം. ഈ ഒരു റെഡ് ഹാർട്ട്സ് നമുക്ക് നമ്മുടെ ജെല്ലി പൗഡറില്ലേ, സ്ട്രോബെറിൻ്റെ ഒക്കെ ജെല്ലി പൗഡർ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാല് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഫിംഗറിനെ കൊണ്ട് മെല്ലെ അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ലേ, ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഒരു 3 മണിക്കൂറിനൊക്കെ ശേഷം കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു കത്തി എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് കിട്ടിയില്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.